പാലക്കാട് തിരുമിറ്റക്കോട് ദുബായ് റോഡിൽ വെച്ച് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഒറ്റപ്പാലം കോതകുരിശിയിൽ തടവിൽ പാർപ്പിച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നിർണായകമായ കണ്ടെത്തലുണ്ടായത്. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ കേസിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലിയെയും കേസിലെ പ്രധാന സാക്ഷിയായ മാനേജർ ഷിബിലിനെയും അപായപ്പെടുത്താൻ വിദേശത്തിരുന്ന് വീണ്ടും ഗൂഢാലോചന നടന്നതായാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. സംഭവത്തിൽ നിലവിൽ റിമാൻഡിലുള്ള കാസർഗോഡ് സ്വദേശി ഷമീർ, മലപ്പുറം സ്വദേശി നിസാം എന്നിവർക്കും വിദേശത്തുള്ള 2 ഗൂഢാലോചനക്കാർക്കുമെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് മുഹമ്മദ് അലിയുടെയും ഷിബിലിന്റെയും ചിത്രങ്ങളും രേഖകളും ഉൾപ്പെടെ നിർണായക തെളിവുകൾ ലഭിച്ചതായും പോലീസ് അറിയിച്ചു. 2025 ഡിസംബർ 6-നായിരുന്നു പ്രവാസി വ്യവസായിയായ മലപ്പുറം വണ്ടൂർ പൂങ്ങോട് വലിയ പീടികയ്ക്കൽ VP മുഹമ്മദ് അലിയെ തോക്കുചൂണ്ടി സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കോതകുരിശി പത്തംകുളത്തെ പൂട്ടിയിട്ട വീട്ടിൽ എത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കയച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. ഈ വീട്ടിൽ നിന്നും സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വ്യവസായി വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യ കേസിൽ ഇതുവരെ 22 പേരാണ് അറസ്റ്റിലായത്. പുതിയ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടരുകയാണ്. ഈ ചാനൽ പാലക്കാട്. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.